पूर्वमस्तो व्रतं देवाय धीमहि अग्निदेवो तन्नो मः इष्टकामप्रदे स्वाहा ॐ भूं भूः स्वाहा ॐ पूर्वमते अभ्यन्तरे यदा यस्मै अदन्नमे स्वाहा ॐ पूर्णमस्तो तदिष्टाङ्कृते सुधिष्णामः इष्टकामेन जमस्तो अदन्नमे स्वाहा ഉത്തമവും ശുഭകരവുമാണ് സകലതും. രഘുപാൽ സാറേ, പറഞ്ഞ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു മംഗല്യ സൗഭാഗ്യമാണ് മോന് കാണുന്നത്. ഞാൻ ഉറപ്പിച്ചു തന്നെയാ പറയണത്. ഈ ജാതകത്തോട് പൊരുത്തമുള്ള ഒരു ജാതകം കണ്ടെത്തേണ്ട താമസമേ ഉള്ളൂ. കല്യാണം ഉടനെ നടക്കും. എന്റെ കൈമള ഇതൊക്കെ കുറെ കാണുകയും കേൾക്കുകയും ചെയ്തതാ. ഒരു ജാതകമല്ല, പൊരുത്തമുള്ള 12 ജാതകമായിട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നത്. എന്നിട്ട് എന്താ തടസ്സം? തടസ്സമുണ്ട്. അത് മാറി കിട്ടാനായി പൂജയും കാര്യങ്ങളൊക്കെ. എങ്ങനെ മാറാനാ? മറ്റാരുമല്ല തടസ്സം, അവൻ തന്നെയാ, ഈ ജാതകക്കാരൻ. ജാതകത്തിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? ബാംഗ്ലൂരിൽ നിന്ന് M.Com ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് വന്നിരിക്കുക. ഒറ്റ മോനാ. അമ്മയ്ക്ക് അവനെ പിടിച്ച് കെട്ടിച്ച് ഉടനെ ഒരു പെണ്ണിനെ അവിടെ കൊണ്ടുവരണം. അവൻ പറയുന്നവന് കല്യാണ പ്രായമൊന്നും ആയിട്ടില്ല, MBA പഠിക്കണം, അത് കഴിഞ്ഞിട്ടൊക്കെ മതി കല്യാണം എന്നാ. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കണോ സുധി? എന്താ നീ എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചോ? ആ, എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാനിപ്പോ കഴിക്കുന്നില്ല, തീർന്നില്ലേ? അയ്യോ, അങ്ങനെ എപ്പോഴും കഴിക്കാറുണ്ട്, ക്ഷീണിച്ചു പോവും. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിക്കാൻ നീ ആരാ? വിനോഭാവയോ അതോ മഹാത്മാഗാന്ധിയോ? പോയി കഴിക്കടാ. ഇല്ല, കഴിക്കുന്നില്ല. എന്താ എന്താ കാര്യം? ഈ അമ്മയ്ക്ക് എപ്പോഴും കല്യാണാലോചനയാ. അവിടെ കല്യാണം കഴിഞ്ഞല്ലേ, ഞാനല്ലേ കെട്ടിയത്. ചുമ്മായിട്ട് കുരങ്ങളിപ്പിക്കുന്നു വേണ്ട. എനിക്കറിയേണ്ടത് എന്നെ ഇപ്പൊ MBA പഠിക്കാൻ വിടുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, നിന്നെ പിടിച്ച് കെട്ടിക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. ഇതിൽ നിന്നൊന്നിനെ നീ ഇപ്പൊ തെരഞ്ഞെടുത്തേ പറ്റൂ. ഇന്നത്തോടുകൂടി എനിക്ക് രണ്ടാലൊന്നും അറിയണം. തെരഞ്ഞെടുക്കടാ. തെരഞ്ഞെടുക്കാം, ഇപ്പൊ തന്നെ തെരഞ്ഞെടുക്കാം. തെരഞ്ഞെടുക്കും, എല്ലാത്തിനും തെരഞ്ഞെടുക്കും. ഇനി പിടിച്ച് കെട്ടിച്ചോ. അഹങ്കാരം കാണിച്ചോണ്ടല്ലോ ഒന്ന് കുഴിച്ചുകൂടി കളയാൻ. കൊന്നേരെ, ഇപ്പൊ തന്നെ കൊന്നേരെ. കൊല്ലൂടാ, കൊല്ലൂടാ നിന്നെ. ഒന്നിങ്ങി വന്നേ. നീ പോയിടുന്നു. അന്തെ എന്തെല്ലാം പറഞ്ഞ അനുസരിക്കാത്തവനെ വെച്ചോണ്ടിരിക്കുന്ന വരാൻ. എന്താ എന്താ എന്തിനാ ഇത്രയും കടിപ്പിച്ച വർത്തമാനത്തിനും വഴക്കിനൊക്കെ പോകുന്നത്? അവന്റെ ഇഷ്ടം പഠിക്കണമെന്നാണെങ്കിൽ പഠിക്കട്ടെ. നിങ്ങളങ്ങ് പറഞ്ഞാ മതി. നീ ഒറ്റ ഒരുത്തി അവനെ ചീത്തയാക്കുന്നത്. അവൻ ചീത്തയാവൊന്നുമില്ല, അങ്ങ് പറഞ്ഞാ മതി. ഭയങ്കരൻ. ഇതെന്റെ ഐഡിയ അല്ല, നിന്റെ ഐഡിയ ആണ്. മിടുക്കൻ. ഇനി പോയി അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചേ. ശരിയാ, പാവം. ഹലോ, വഴക്കൊന്നുമില്ല. എന്നാ ഞാൻ പോയി പഠിച്ചോട്ടെ? പഠിച്ചോ. പക്ഷെ ഇനി നീ എന്റെ പറയെ കെഞ്ചി വന്നാലേ ഞാൻ നിന്നെ പിടിച്ചു കെട്ടിക്കും. വരും അമ്മേ, കെഞ്ചി വരും. എന്നിട്ട് ലക്ഷ്മി പോലൊരു പെണ്ണിനെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരും. അവൾ അമ്മയെ സഹായിക്കും, സന്തോഷിപ്പിക്കും. ഇപ്പൊ എന്നെ അനുഗ്രഹിച്ചേ, ഞാൻ പോയി പഠിച്ചിട്ട് വരട്ടെ. ഒന്നുകൂടെ പിടിച്ചൊന്ന് അമർത്തിയിരുന്ന അവനങ്ങ് സമ്മതിച്ചേനെ. എന്തോ അല്ല, നമ്മൾ ഒന്നുകൂടെ നിർബന്ധിച്ചിരുന്ന അവൻ കല്യാണത്തിന് സമ്മതിച്ചേനെന്ന്. ഈ അച്ഛനും മോനും തമ്മിലുള്ള കളി മനസ്സിലാക്കാതിരിക്കാനേ ഞാൻ അത്ര വിട്ടിയൊന്നുമല്ല. Who are you? What do you want? രാമേന്ദ്രൻ നായർക്ക് എന്നെ മനസ്സിലായില്ലേ? അയ്യോ, പ്രൊഫസർ ഉദയവർമ്മ തമ്പുരാനല്ലേ? വരൂ 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 വരൂ. ഉദയനെ ഞാൻ അവസാനമായി കണ്ടിട്ട് എത്ര വർഷമായി എന്ന് ഓർമ്മയുണ്ടോ? ഏറെയായി. ഏറെ എന്ന് വെച്ചാൽ 34 ബ്രിട്ടീഷ് വർഷമായി. ഇരിക്കൂ. കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ ആരുമില്ല.
അവള് പോയില്ലേ, ഞാൻ ഒറ്റയ്ക്കായി. ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 20 years. വലിയ ഷോക്കായി പോയില്ലേ എനിക്ക്. ഡെഡ് ബോഡി എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ലാത്രേ. അവൾ ഉറങ്ങില്ലേ, എന്തിനാ ഉണർത്തണേ? 3 ദിവസം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങി. ഒടുവിൽ ബലാത്കാരമായി എന്നെ ഇഞ്ചക്ട് ചെയ്ത് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അവളെ ദഹിപ്പിച്ചത്. അന്ന് തുടങ്ങിയതാ എന്റെ ഈ മെന്റൽ ഡിസീസ്. രാത്രി ഉറക്കമേ ഇല്ല. രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോണ മാതിരിയൊക്കെ തോന്നും. ആ സമയത്ത് ഞാൻ ഇതിങ്ങോട്ട് എടുക്കും. ഫുൾ ലോഡന്റാ. ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും. ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നുന്നില്ലേ? മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. Who are you? ഇവൻ എന്റെ മകനാ, രാധു. അതിന് ഉദയം കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ? ഇല്ല, കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം വല്ലാത്തൊരു ഏകാന്തത. അങ്ങനെ ഇവനെ ദത്തെടുക്കുന്നത്. അന്ന് ഇവന് 5 വയസ്സ്. ഇപ്പോ എന്റെ എല്ലാം ഇവൻ തന്നെ. ഇവനിപ്പോ എന്ത് ചെയ്യുന്നു? ഇവനെ ഞാനിപ്പോ ഇവിടെ ബിസിനസ് മാനേജ്മെന്റിനും കമ്പ്യൂട്ടർ കോഴ്സിനും ഒക്കെ ചേർത്തു. ഹോട്ടലിലോ ഹോസ്റ്റലിലോ നിർത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോഴാ ഓർത്തത്, രാമേന്ദ്രൻ ഇവിടെ ഉണ്ടല്ലോ, ഒറ്റയ്ക്കാണല്ലോ താമസം, ഇവനെ കൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനിവിടെ ഒരു കൂട്ടുകാരന്റെ കൂടെ. ഉദയനും ഞാനും 5 കൊല്ലം ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. ഉദയന്റെ മോൻ എന്റെയും മോനാ. നീ ഇവിടെ താമസിക്കും, ഇവിടെ തന്നെ താമസിക്കും. അപ്പോ നാളെ തന്നെ പെട്ടി പറ്റുമായിട്ട് അവനെ ഇങ്ങോട്ട് അയച്ചോട്ടെ. പിന്നെന്താ? വാരാതു, സമയം കളയണ്ട, പോകാം. ശരി, വരട്ടെ. ആ, അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി, ഗുഡ് ബോയ്. അച്ഛാ, അങ്ങേര് തന്നെ പറയുന്നു അങ്ങേർക്ക് വട്ടാണെന്ന്. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക്? അതിനെന്താ, അസുഖമുള്ളവരെ അകറ്റുകയല്ല, അടുപ്പിക്കുകയാണ് വേണ്ടത്. സ്വയം അറിയുന്നവനാണ് ഉത്തമ മനുഷ്യൻ. രാമേന്ദ്രൻ അവനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നു. നിന്നെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ആശ്വാസം. വാ. Come along, my little children! Come on! ഇതാ ഞാൻ വക്ക വേണ്ട. അമ്മച്ചി, എന്താടാ അയ്യോ, എന്താ കാര്യം? എന്റെ അമ്മച്ചി, മല പോലെ വന്നത് എലി പോലെ പോയി. സസ്പെൻഷന് പകരം പ്രമോഷൻ കിട്ടുന്ന ലക്ഷണമാണ്. അതെന്താടാ? ഇയോന്റെ അടുത്ത് കളിച്ചാ കളി മാറുന്ന അവന്മാർക്ക് മനസ്സിലായി. ഏതവന്മാർക്ക്? അമ്മച്ചി, ഞാൻ തല്ലിയിട്ടൊരുത്ത് ചത്തുപോയില്ലേ? അവനെന്റെ എസ് പിയുടെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു. പല്ലല് പോയിട്ട് ഞാൻ അവനെ തൊട്ടുപോലും ഇല്ലെന്ന് അവൻ എഴുതി കൊടുത്തു. പേടിച്ചു പോയി. അവന്റെ തന്തയാണെങ്കിൽ പരാതിയും പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുകയാണ്. ഇൻസ്പെക്ടർ ഈ ആരാണെന്ന് അവർക്ക് പിടികിട്ടി. ഏതായാലും 2 ദിവസത്തെ ഉറക്കം പോയി. അമ്മച്ചി, ഓ, ഉറക്കം നിന്റേതേ പോയുള്ളൂ. ഈ ചെറിയ കാര്യത്തിന് ഇവിടെ ആരുടെ ഉറക്കമൊന്നും പോയില്ല. കൊണ്ണത്തടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂറിയായി പോയല്ലേ എന്റെ അയ്യോ. എന്റെ ഷോളിങ് തന്നെ പേടിച്ചൂടെ ഷോൾ അമ്മച്ചിട്ടുണ്ട. കിടക്കുന്നു എന്റെ ഷാള്. നിന്റെ കെട്ടിയോ കൊണ്ടുകൊടു. പേടിച്ചു തൂറി. ഓ, ചെവി കേൾക്കണ്ട. കൊണ്ടുപോ പിള്ളേരെ എവിടുന്ന്. എന്തോ ഒരു ആലോചന? കുറെ ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു. പറയടാ, നീ ഇപ്പൊ ആരെ കുറിച്ച് ആലോചിച്ചേ? ഒരു പെണ്ണിനെ കുറിച്ചാ. പെണ്ണോ? ഏത്? ആര്? അതെ, ആരൊക്കെയോ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പോലെ, ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം പോലെ ഒരു പെണ്ണ്. ലവ് ആൻഡ് ലവ് ഓൺലി. സ്നേഹം, സ്നേഹം മാത്രം തരാനായി എന്റെ മുന്നിലേക്ക് വന്നു. അവളെ കല്യാണം കഴിക്കേണ്ട വഴികളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓഹോ, അവിടം വരെ എത്തിയോ? എന്താ അവളുടെ പേര്? പേരറിയില്ല. പേരറിയില്ലേ? പിന്നെങ്ങനാ? എവിടെ അവളുടെ വീട്? അറിഞ്ഞൂടാ. നാടോ? അതും അറിഞ്ഞൂടാ. ബെസ്റ്റ്. പഴയതുപോലെ ഇവിടെ തന്നെ ഇരുന്നേ. ഇതൊരു ഫസ്റ്റ് ക്ലാസ് കല്യാണാലോചനയാണ്. വിട്ടുകളയരുത്. നീ ഇരുന്ന് ആലോചിക്ക്. രാത്രി മുഴുവൻ മകൻ ഇരുന്ന് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. ഞങ്ങൾ പോയി കിടക്കാം. വട്ട വട്ട അങ്കിളുടെ പകർന്നതാ. I love her. I am going to marry her. കിടന്നുറങ്ങടാ.
ഞങ്ങളിവിടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം. ഇരുന്നോ. വാ. എന്തെങ്കിലും വർത്തമാനം പറയോ ഞങ്ങളോട്? ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ നമുക്കെന്തെങ്കിലും സംസാരിക്കാം. എന്തെങ്കിലും പറ. ഹലോ 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 ഹലോ. എൻ്റെ പേര് മിനി. ഇതെന്റെ ഫ്രണ്ട് ശ്യാമ. ഹലോ 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 ഹലോ. ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ ബികോമിന് പഠിക്കുക. ഹലോ ഹലോ. അവന്മാരെ വിശ്വസിക്കരുത്. അവര് രണ്ടുപേരും കള്ളന്മാരാ. അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ. ഒന്നും തോന്നരുത് കേട്ടോ. ഒരു അക്കിടി പെട്ടുപോയി. സത്യത്തിൽ രക്ഷിച്ചത് നിങ്ങളാ. ഈ ശ്യാമ ഇളക്കിയിട്ടാ വീട്ടുകാരറിയാതെ ഒരു മാറ്റി ഷോയ്ക്ക് പോയത്. ആ കാറിൽ വന്നവരില്ലേ, അവർ ഞങ്ങളുടെ പുറകിൽ വന്നിരുന്നു. എന്തൊരു ശല്യമായിരുന്നു. തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും. ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം, അല്ലെങ്കിൽ പിടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു. പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നേ. ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവർ പൊയ്ക്കോളെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ വർത്താനം പറയാനൊക്കെ പറഞ്ഞത്. ഒന്നും തോന്നരുത്, ഞങ്ങൾ പോവാ. അയ്യോ നിക്ക്, പോകാൻ വരട്ടെ. അവന്മാർ ഇനിയും വരും. റോട്ടി കൂടി പെമ്പിള്ളാരെ നടക്കാൻ സമ്മതിക്കാത്ത നാടുകള്. നമുക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വരടാ. വേണ്ടടാ, അവന്മാരൊന്നും ഇനി വഴിക്ക് വരില്ല. വന്നാ അപ്പൊ നോക്കാം. നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടത്? ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ്സിലാ പോന്നെ. വാ, ഞങ്ങൾ കൊണ്ടുവിട്ടു. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അവന്മാർക്കിട്ട് 5-6 കൊടുത്തിട്ട് വരടാ. എന്നാ നീ പോയി കൊടുത്തിട്ട് വാ, ഞാൻ ഇവരെ കൊണ്ടുവിട്ടിട്ട് വരാം. അയ്യോ വേണ്ട, നിങ്ങൾ കൂടെ വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. താങ്ക്സ്. നീ എന്താണ് പറഞ്ഞത്? ഞാൻ ഒറ്റക്ക് പോയിട്ട് അവന്മാർക്ക് ഇട്ടിരിക്കാനാ? പിന്നെ അല്ലാതെ നിനക്ക് എന്താ സൂക്കട്? വല്ലോടത്തും കിടക്കുന്ന പെമ്പിളർക്ക് വേണ്ടി പോയി ഇടി വാങ്ങിക്കാൻ. വല്ലോടത്തും കിടക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, പേരും നാടും വീടും ഒന്നും അറിയാത്ത എന്റെ പെണ്ണിനെ കുറിച്ച്. അവളാ അത്, മിനി. ഏത് ലവ്വോ? എന്നിട്ടാണോ നീ അതിനെ വെറുതെ വിട്ടത്? വന്നു കയറിയ ഭാഗ്യത്തിന് കൈവിട്ട് കളയരുത്. നിനക്ക് മുട്ടണോ അവളെ? ബൈക്ക്. ഹലോ, പേടിക്കണ്ട, എസ്കോട്ടാ. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. സാരമില്ലെന്നേ. ഡോണ്ട് വറി, സയൻസോ. എവിടെ വിളിക്കുന്നു? എങ്ങോട്ടാ എല്ലാരും കൂടെ? ഇത്രയങ്ങ് അകമ്പടി സേവിക്കാൻ ഇവരാരാ നിങ്ങടെ? പറയണ, ഇവരാരാന്ന്? അവന്റെ പെങ്ങളാ ഇത്. നീല ആണോടാ? എന്താ പെങ്ങടെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, അപ്പൊ ഇതാരാ? ഇത് അവന്റെ പെങ്ങളാ. ആങ്ങള അല്ല, ഇത് പെങ്ങളാ. സിസ്റ്റർ. നേരാണോടാ? എന്താ പെങ്ങടെ പേര്? തങ്കമ്മ. ഓഹോ, എന്താ നിന്റെ പേര്? തങ്കപ്പൻ. സാറെന്താ ഒന്നും മിണ്ടാത്തത്? സാറിന്റെ ആരാ ഇവള്? പറയടാ, പറയാൻ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ.
ആരാടി ഇവൻ? എനിക്കറിയില്ല. ഇവൻ ആരാടി? അറിയില്ല. ഇവൻ ആരാ? എനിക്കറിയില്ല. ഈ ഞാൻ ആരാ? എന്റെ ഇച്ചായൻ. അപ്പൊ നീ എന്താണ് പറഞ്ഞത്? ഐ എം സോറി. ഞാൻ What do you want? Who are you? രഘുപാൽ. നിക്കണ അവിടെ. അയ്യോ, കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മിസ്റ്റർ കേണലല്ലേ? അപ്പൊ ആദ്യം കാണുക. ആളെ മനസ്സിലായില്ല കേട്ടോ, ക്ഷമിക്കണം. പൊക്ക, എത്ര നേരം വേണമെങ്കിലും പൊക്ക. ആദ്യം പിടിച്ച് വലിക്കല്ലേ പ്ലീസ്. എന്റെ പൊന്നു കാണലല്ലേ, വലിക്കല്ലേ വലിക്കല്ലേ. അയ്യോ ചതിക്കല്ലേ. സുധിയുടെ അച്ഛനാ അത്. സുധിയുടെ അച്ഛനാ. അതെയോ? ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കാണുന്നത് ആദ്യമായിട്ടാ. അതങ്ങ് മാറ്റി അവിടെ വെക്കണോ? അത് സാരമില്ല. How are you? Fine. How are you? I am also fine. Carry on. Thank you very much. ആ വട്ടനാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു തോട്ടക്കാരനാണെന്ന്. ഇപ്പൊ സംഗതി കുഴഞ്ഞാന്. ആ സുധി എവിടെ? അകത്തുണ്ടല്ലോ, കാണട്ടെ. കർത്താവേ, സക്സസ് സക്സസ്. എന്താ ആക്സിഡന്റ് പറ്റാണോ? പിന്നെ കുറെ പേരുകൂടി തല്ലിയതാ. കർത്താവേ, ഇതെന്ത് കഷ്ടമായി പോയി. ഏത് പുല്ലന്മാരായി ചെയ്തത്? മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും തല്ലാൻ പറ്റൂ? കണ്ണിച്ചോളില്ലാത്ത കശ്മലന്മാര്, ദ്രോഹികള്. നോക്കട്ടെ. ആ ആ ഇവിടെ ആ മരുന്ന് മാത്രം വെച്ചാ പോരാ, ഇഞ്ചക്ഷൻ എടുക്കണം, ഇഞ്ചക്ഷൻ. ഏതായാലും നിങ്ങള് ഭാഗ്യവാന്മാരാ. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന്. ഏത് മുറിവും ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ മാറും. കാല് കേട്ട്. ആ ഒരല്പം നീറ്റലുണ്ടാവും, സാരമില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീറ്റല് കാണുമെന്ന്. ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ. ആ സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ആദ്യം അവളുടെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ, എന്തായാലും അവന്റെ പേര് ഈയോ. ആ ഈയോ ആണെങ്കിലും ചെമ്പാണെങ്കിലും അവൻ കുറെ തല്ലി. അത് കഴിഞ്ഞ് അവളുടെ വേറൊരു ചേട്ടൻ ഒരു പെറുക്കിയല്ല വർക്കി, അവനും ഗുണ്ടകളും കൂടി തല്ലി. അവർക്കിട്ട് ഞങ്ങളും ശരിക്കും കൊടുത്തു. എടാ, ആ വർക്കിയുടെ ചേട്ടൻ ഇയ്യോയുടെ ചേട്ടൻ കുട്ടപ്പായ ഡോക്ടറാണ് ഞാൻ. നിക്കവിടെ നിനക്കൊക്കെ പൂർണ്ണ പാടത്തിനെ കാണിക്കാൻ ഞങ്ങളുടെ വിടണ്ടേ. പോകട്ടെ അന്തരാളെ പോയതിന്റെ ഒക്കെ. നെല്ലിന് തളിക്കാൻ വെച്ചേതോ പൊനാങ്കിലെ മരുന്നെടുത്ത് അവൻ ഒഴിച്ചെന്നാ തോന്നണ. എന്തൊരു നീറ്റല്. എവിടുന്ന് കിട്ടിയടാ നിനക്ക് അവളെ? ചെല്ലുന്നിടത്തൊക്കെ അവിടെ ചേട്ടന്മാരാണല്ലോ. വേണ്ട, ഇനി ഈ പണി വേണ്ട, വിട്ടേര്. അവളവിടെ പാട്ടിന് വിട്ടേര്. ആഹാ, ഇത്രയൊക്കെ ഇടിയും കൊണ്ട് നീറ്റിൽ സഹിച്ചിട്ട് അവന്മാരെ വെറുതെ വിടാനാ? അവന്മാർക്ക് എന്തെങ്കിലും പണി കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഇൻസ്പെക്ടർ ഇല്ലേ, അയാളെ പേരെന്താ? അയ്യോ, അതെ ഇയ്യോ, അയാൾക്കിട്ട് കൊടുക്കണം. അയാളായിരുന്നല്ലോ ഉദ്ഘാടനം. അതിനെനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഒരു മാൻ മിസ്സിംഗ് കളി. നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വിരട്ട്, അതിലയാൾ കൊടുക്കും. അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി. നീ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, ഞാനും ഉണ്ട് കൂടെ. പക്ഷേ മിനിയെ എനിക്ക് വേണം.
ശരിയാ, അവളെ സ്നേഹിക്കുന്നത് പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത്. ഇനി അവളെ സ്നേഹിക്കുകയും വേണം, അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം. നിനക്കതിന് കഴിയും? കഴിയും. എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ. മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ ready. ചാകാൻ വരെ ഞാനും ready. എങ്കിൽ പിന്നെ അവൾ എന്റേതായിരിക്കും. വാ വാ. ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇവിടെയാണ് നിന്റെ താമസം. കൂടി വന്ന 2 days. എവിടെ? ലോഡ്ജ് ഉടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം. ഒന്ന് പിടിച്ചേ. ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം. ഇവിടെ അങ്ങനെ ആരും വരാറില്ല. അഥവാ വന്നാൽ തന്നെ ദേ ഇതിന്റെ അടിയിൽ ഒളിച്ചോളണം. ഇതിന്റെ അടിയിൽ ഒളിച്ചോളണം എന്ന് പറഞ്ഞത് കേട്ടാ? ഞങ്ങൾ പോക്കട്ടെ. വാ. അച്ഛനെ അധികം സങ്കടപ്പെടുത്തുകയും ചെയ്യരുത്. രാധു, എടാ സൂക്ഷിച്ചോണേ. എന്ത്? ചുമ്മാ പേടിപ്പിക്കാതെ പോടാ. വരട്ടടാ. എടാ ഗോവിന്ദ, നീ 15-ാം നമ്പർ റൂം ക്ലീൻ ചെയ്താ? എടാ, ഈ മുറിയിലെ കട്ടിലെടുത്ത് 15-ാം നമ്പർ മുറിയിലിട്ടിട്ട് അവിടത്തെ കട്ടിലെടുത്ത് ഇവിടെ ഇടാനല്ലേ മൊലാളി പറഞ്ഞത്? അതെ. എന്നാ പിടിച്ചോ. പിടിച്ചാ. നിങ്ങളായിരുന്ന പോക്കിരിത്തരം കാണിക്കുന്നു. മനുഷ്യന്റെ ചങ്ക് പറഞ്ഞു പോലെ പണിയെ പോലെ കാണിച്ച് മതി മതി തൊലിക്കല് നിർത്തിയിട്ട് കാര്യം പറ. എന്തായി സംഭവം? എന്തായി? ഒന്നും ആകാനില്ല. മാൻ മിസ്സിംഗ് കളി അവസാനിക്കുന്നു, നീ പുറത്തിറങ്ങുന്നു. അതെന്താ? നിന്നെ പുറത്തു കൊണ്ടുവരാൻ മിനി വന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഈയോടെ സസ്പെൻഷനോ? അതിന് വേണ്ട. മിനി വന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല. അത് പൊനാങ്കി പോയി പറഞ്ഞാ മതി. ആ ഈയോക്ക് സസ്പെൻഷൻ കിട്ടാതെ ഞാൻ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതല്ലടാ, സസ്പെൻഷൻ ആയ എനിക്കിനി മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല. സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ പോലെ മിനി എന്റേതാ. ഒന്ന് പോടാവേ. ആ പെണ്ണ് വന്ന് 2 പുന്നാര വാക്ക് പറഞ്ഞപ്പോ നീ അങ്ങ് മാറിപ്പോയോ? എടാ, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് പറ്റിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അയ്യോ ഒന്ന് സസ്പെൻഡ് ചെയ്യിക്കണം. നമുക്ക് എത്ര ഇടിയാടാ കിട്ടിയത്. മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാമെന്ന് വാക്ക് തന്നതാ നീ. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ പോലെ മിനി എന്റേതാ. ഉറപ്പാണോ നിനക്ക്? ഉറപ്പാ. 100%? 100%. എന്നാ വാക്ക്? വാക്ക്. മിനിയെ നിനക്ക് കിട്ടുമല്ലോ? കിട്ടും. എന്നാ റെഡി. നദിയുടെ വടക്കേ അറ്റത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് കാണാം. അത് ഏത് സ്ഥലമാടാ സുധി? നമ്മുടെ പഴയ വള്ളം കിടക്കുന്ന സ്ഥലമാണാ? അതെ അതെ, അവിടെ തന്നെ. ഇങ്ങ് പോരെ. അത് മതി. അവിടെ ആകുമ്പോ സേഫാ. നമുക്ക് അവിടെ വെച്ച് കണ്ടാ മതി. നമുക്ക് കാണണ്ട, ഞങ്ങൾ തമ്മിൽ കണ്ടോളാം. എന്ത് ഞങ്ങളും നിങ്ങളും? മിനിക്ക് പോവാൻ നേരമായി. ബസ് സ്റ്റോപ്പ് ആരാ കൊണ്ടുവിടാ? ഞാൻ എങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ തന്നെ തിരിച്ചു കൊണ്ട് വിട്ടോളാം. അതുപോലെ പൊനാങ്കി പോയി പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് നീ കൊണ്ടുവന്നു. ഇനി എന്ത് ചാൻസ്? ചാൻസോ? എന്ത് ചാൻസ്? മിനി പപ്പുവാ. നില്ല്. മിനി വരൂ. ഇത്ര ആധികാരികമായിട്ട് വിളിക്കാൻ നിന്റെ ആരാ ഇവള്? എന്റെ പെങ്ങളാ. എന്താടാ പെങ്ങളെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, ഇതാരാടാ നിന്റെ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. നേരാണോടി? എടി നേരാണോ ഒന്ന്? ഇനിയിപ്പൊ എന്റെ പെണ്ണിനെ ആരും പിടിച്ചു പറിക്കണ്ട, ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം. വാ. ഇതിനാണോടാ മക്കളെ പോലെ കരുതി ഞാൻ നിന്നെയൊക്കെ ഇവിടെ താമസിപ്പിച്ചത്? ഈ സുധി ഒരു കഷ്ടകാലം പിടിച്ചവനാ. എവിടെ ചെന്നാലും ഉടക്ക. പറയടാ, എങ്ങനെ തോന്നിയിടാ നിനക്കൊക്കെ എന്റെ വീട്ടിനകത്ത് വെച്ച് ഞാൻ പറയണ്ട. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ. അടുത്ത മാസം കല്യാണം നടത്തണമെന്ന് ആഗ്രഹം. അങ്കിള് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. How do you do? I am retired Colonel R.C. Nair. All the best wishes to you. ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടണം, നേരം പോയി. Oh yes, carry on, please. They are in love. They are going to marry also. ഞാൻ വിചാരിച്ചു മറ്റെന്തോ പരിപാടിയാണ്. അവരിപ്പോ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും? അതൊന്നും സാരില്ലെങ്കിൽ നോക്കിയേ, നല്ല ചേർച്ചയാ. They are lovebirds. They are going to fly.
ഇനി വരാതിരിക്കോ? എടാ ഇന്നലത്തെ പരിഭ്രമത്തിന് വെറുതെ കയറി പറഞ്ഞായിരിക്കും വരാന്ന്. എവിടെ വരാനാ? അവൾ ഇന്നലെ പുറത്തിറങ്ങി വന്ന് നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നല്ലേ, എന്നിട്ട് നീ തൊട്ട് ധരിപ്പിച്ചിരുന്നെങ്കിൽ അവള് ചൂല് പോലെ ഇങ്ങ് വന്നേനെ. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, പെണ്ണിനെ തൊട്ട് തലോടാതെ ഈ ഭൂമിയിൽ ഇന്നോളം ഒരു പ്രേമവും പൂവിട്ടിട്ടില്ല, കായ്ച്ചിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ വന്ന് അവളെ കാത്തിരിക്കുന്ന നമ്മളെ ടൈം ടേബിൾ വെച്ചിട്ട് തരണ്ടി വാലടിക്കണം. അതെ, വെറുതെ നേരം കളയണ്ട. വാ പോവാം. മിനി വരും. വരും. ഇവര് പെണ്ണുങ്ങളുടെ ഭൂമിശാസ്ത്രം അറിയില്ല. എടാ ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു, അവള് വരില്ല. പക്ഷെ വരുന്നുണ്ട്. എവിടെ? ഇവിടെയല്ല, അതാ അവിടെ അവിടെ. ഇതൊന്നും നിന്റെ കഴിവുകൊണ്ടല്ല, ഞങ്ങളുടെ മിടുക്കൊണ്ടായേ. നീ പറഞ്ഞ സ്ഥലത്ത് അവള് പൂർണ്ണ മനസ്സോടെ എത്തുന്ന ആദ്യത്തെ സിറ്റുവേഷനാ. ഇപ്പൊ ലൈൻ മുറുകി കഴിഞ്ഞു. ഇനി ശരിക്കങ്ങ് നൂർത്തെടുത്തോണം. ഞങ്ങൾ മാറുക. എന്നും കോരിത്തെരിപ്പോടെ അവൾ നിന്നെ ഓർക്കണം. അതിനുള്ള മരുന്നും കൊടുത്തേ വിടാവൂ. വാ. മരുന്നോ? എന്ത് മരുന്ന്? അമൃതാഞ്ജനം. ഈ 100-ാം മണി സമയത്ത് അവനൊരു സംശയം. എടാ, അവക്ക് മറക്കാനാവാത്ത ഒരു കനത്ത ചുംബനത്തിലൂടെ കാര്യത്തിലേക്ക് കടക്കാവൂ. മതി. ഇനി നമ്മൾ നിൽക്കണ്ട. നമ്മൾ നിന്ന് അറയ്ക്കും. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ നിൽക്കുന്നില്ലല്ലോ, നടക്കല്ലേ. നമ്മൾ അപരിചിതരായ രണ്ട് വഴിപോക്കർ. നമുക്ക് ലവനെ അറിയത്തില്ല, ലവളെ അറിയത്തില്ല, ഇല്ലേ? അതെ, നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബക്രാരങ്ങൾ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച്. അതെ, പരിസ്ഥിതി സംരക്ഷണവും അണക്കെട്ടുകളും. അവരെന്തൊക്കെയോ പറഞ്ഞോണ്ട് പോകുന്നു. എന്നെ കണ്ടിട്ടൊന്നും ശ്രദ്ധിച്ചു പോലുമില്ല. നമുക്ക് ശല്യം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു മാറുകയാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ബന്ധപ്പാടാ. നമ്മൾ തിരിഞ്ഞു നോക്കണോ? എന്തിന്? അപരിചിതരെ നമ്മൾ എന്തിനു തിരിഞ്ഞു നോക്കണം? നമ്മൾ ഒളിഞ്ഞു നോക്കണം. പ്രസംഗം മാത്രമല്ല, പ്രവൃത്തിയും നടക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. വാ. അപ്പാ, ഒന്ന് എഴുന്നേറ്റ്. ഇനിയെങ്കിലും ഞാൻ പറയണമെന്ന് കേൾക്ക്. അല്ല, ഇതാര്? എന്റെ മോ ചിപ്പായി. നീ എപ്പോ വന്നു? ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇങ്ങനെ കിറങ്ങിയിരുന്ന കാണയില്ല, കേക്കയില്ല. എന്റെ കൂട്ടുകാർ വന്നേക്കണം, അപ്പം വന്നേ. എന്റെ മോന്റെ കൂട്ടുകാരാ? അവരെവിടെ? ഞാൻ കണ്ടില്ലല്ലോ. മോൾ അവരെവിടെ? എടാ ചിപ്പായി, നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ. പെണ്ണിനെ പോലെയല്ല, പെണ്ണാ. പെണ്ണാ? അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധി. ഇതവൻ കെട്ടാൻ പോണ പെണ്ണ് മിനി. അപ്പൊ കെട്ടിയിട്ടില്ല? ഇല്ല. എടാ ചിപ്പായി, നല്ല ചേർച്ചയുണ്ടല്ലോ. പിന്നെ എന്താടാ ഇവര് കെട്ടാത്തെ? എന്റെ അപ്പ, അതാ ഞാൻ പറഞ്ഞത്, അവര് കെട്ടാൻ പോണേ ഉള്ളൂ. എടാ കുട്ടപ്പ, അന്തപ്പ, ദേ കെട്ടാൻ പോണ പെണ്ണും ചക്കനാ. നല്ല തങ്കപ്പെട്ട പയ്യൻ, തങ്കപ്പെട്ട കുട്ടി. കൊടുക്കാവോ ഓരോ കുപ്പികള്? വേണ്ട, ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല ചെല്ലപ്പൻ ചേട്ടാ. ദേ ചിപ്പായി, ചെല്ലപ്പൻ ചേട്ടനോടെന്തോ സങ്കടം പറയാൻ വന്നതാ. എടാ മോനെ ചിപ്പായി, എന്താടാ മോനെ നിന്റെ സങ്കടം? പറയടാ. നിക്ക്. എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ. എന്റെ ഈ കെട്ടൊന്ന് ഇറങ്ങട്ടെ. കുടിക്കണം. നിന്റെ അപ്പന്റെ കെട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഇനി പറഞ്ഞോ, എന്താ നിന്റെ സങ്കടം? അപ്പാ, ഈ സുധിക്ക് ജീവനാ മിനിയെ, മിനിക്ക് സുധിയെയും. പക്ഷെ ഇവര് ചേരാൻ സമ്മതിക്കുന്ന രണ്ട് വീട്ടുകാരും അവരിവരെ ആട്ടി ഇറക്കിയതുപോലെയാ. ഇപ്പൊ ഇവർക്ക് പോകാനൊരു ഇടമില്ല, കിടക്കാനൊരു വീടില്ല, നോക്കാൻ ആൾക്കാരുമില്ല. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാ നിന്റെ സങ്കടം? എടാ, നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്നു മുതൽ ഈ കടപ്പുറം ഇവരുടെയും കൂടെയാ. ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ. ഇവിടുത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും മനസ്സുകൊണ്ടാ ഇവരെ നോക്കാൻ. ഓ, ഇവന്റെ ഒരു സങ്കടം. ചുമ്മാ എന്നെ കൊണ്ട് മോര് കുടിപ്പിച്ചു. എടാ അന്തപ്പ, ഒരു കുപ്പി കണ്ണു കൊണ്ടുവാടാ. ഈ മോരിന്റെ കെട്ട് ഞാനൊന്ന് ഇറക്കട്ടെ.